അപ്പം നമ്മൾ കളിക്കാൻ നമ്മൾ ഗ്രാനി ലെഗസിയാണ്. ലെഗസി നമ്മൾ ഗ്രാനി ഇല്ലാതെന്ന് കളിക്കുകയാണ്. പിന്നെ എക്സ്ട്രാസ് ഉണ്ട്, എന്താന്ന് പറഞ്ഞപ്പോൾ നോക്കണം. നമ്മളിതിനകത്ത് റോബോട്ട് എസ്കേപ്പാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്ട്രീം മോഡും പിന്നെ ഹാർഡ് മോഡും ഇട്ട് കളിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മളത് കളിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഡേ 1 തന്നെ എസ്കേപ്പ് ആവാൻ നോക്കാം. ഗ്രാനി ഇല്ലാതാണ് കളിക്കുന്നത്. ഗ്രാനി വേണമെങ്കിൽ പറഞ്ഞാൽ മതി. വന്നിട്ട് ഗ്രാനി ഇല്ല, ഷോട്ട് ഗണ്ണിൻ്റെ പാർട്ടുണ്ട്, അവിടെ നോക്കേണ്ട കാര്യമില്ല. ഉണ്ടോ ഇതാണ് അടുത്ത് റിമോട്ട് കൺട്രോൾ ചിലപ്പോൾ ഇവിടെ ഇല്ല. ഇവിടെ വന്ന് നോക്കാം, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അവരുടെ അച്ഛമ്മയാണ്. നമുക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാവേ. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. എടാ ഇവിടെ എന്താ ടെടിയാണല്ലേ? ആ ടെടിയൊക്കെ അവിടെ പോയി. അതിനകത്തൊന്നുമില്ല, ബഗ്ഗില്ല. അതിൽ മുട്ടിക്കവിടെ കിടക്കട്ടെ. നമുക്ക് തൊഴിൽ ഇറങ്ങാവേ. അയ്യോ എന്തൊരു കഷ്ടമാണ് ഇത്. കട്ടിംഗ് പ്ലെയർ കിട്ടി, ഷോട്ട് ഗൺ പാർട്ടി കിട്ടി. അങ്ങനത്തെ ഷോട്ട് ഗൺ ഉണ്ടെങ്കിൽ ഹാമർ വേണ്ട കേട്ടോ. തോൽവിയിലുണ്ട്, ഇപ്പോൾ വേണ്ട. ഓക്കെ നോക്കിയിരുന്ന് പണി വരുവേ. കമ്പ്യൂട്ടർ ഇല്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കളിക്കായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എത്ര കിട്ടി മതി. ഷൂട്ട് ഗണ്ണും വേണം. കൊടുക്കപ്പെട്ട ഷൂട്ട് ഗൺ വെച്ചിട്ടുണ്ട്. ഷൂട്ട് റെഡി ആയിട്ടുണ്ട്. ടാങ്ക് പോയി പൊട്ടിക്കാം. നമുക്ക് സെൻറ്ററിങ്ങുള്ള റൂമിൽ പോകാൻ നോക്കാം. ഇവിടെ എന്തുകൊണ്ട് ഇവിടെ ഒന്നുമില്ല. ഇതിപ്പോൾ വേണ്ട, ഇതിപ്പോൾ വേണ്ട. നേരെ മേളിലോട്ട് പോവാം. അതവിടെ കിടക്കട്ടെ, നമുക്ക് ഒന്നിട്ടേക്ക്
റിമോട്ട് കൺട്രോൾ ആയിരിക്കും. റിമോട്ട് കൺട്രോളിൽ എന്തോ നോക്കാം. ഇവിടെ നമുക്ക് ഇതിനകത്ത് റോബോട്ടിന് ഉണ്ട് USB-യും പിന്നെ എന്തുവാണ് വേണ്ടത്, USB-യും പിന്നെ നമ്മൾ മറ്റേ ഇലക്ട്രിക്കിൻ്റെ ബാറ്റും വേറെ എന്തെങ്കിലും വേണോ? ആവശ്യമില്ല. അങ്ങോട്ട് കയറണമെങ്കിൽ മറ്റേ സാധനം വേണം. നേരെ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? കാർക്ക് കിട്ടിയില്ല ഇതുവരെ. നമുക്ക് USB ആണ് ട്രാപ്പായിട്ട് ഇങ്ങോട്ടല്ലേ. നമുക്കിത് തട്ടിയിടാം. മറ്റേത് എന്ത് സ്റ്റെക്കായി. ഇനി നമുക്ക് വണ്ണിൽ തന്നെ നമുക്ക് എസ്കേപ്പ് ആകാന്ന് വെച്ചതാണ്. എൻ്റെ ക്യാമറ സ്റ്റെക്ക് അവിടെ. ഞാൻ പോയി ചാവട്ടെ. ക്യാമറ ഒന്ന് സ്റ്റെക്കായി പോയി. അതുകൊണ്ടാണ് ക്യാമറ ഈ ഒരു പോയിൻ്റൊക്കെ എന്തോ പറ്റിപ്പോയി. വർക്കാവൂടെ ഇപ്പം? ഓക്കെ, ഇപ്പോൾ റെഡിയായി. ഇവിടെ വീണ്ടും നമ്മളല്ലെങ്കിൽ ഡേ 1 തന്നെ എസ്കേപ്പ് ആകണ്ടായിരുന്നു. നമുക്ക് ഇതിൻ്റെ ഇവിടെ അല്ലാത്തപ്പോൾ ഈ നമ്മൾ റോബോട്ട് എസ്കേപ്പും ചെയ്യുമ്പോൾ അല്ലാതെ വേറെ ഏതെങ്കിലും എസ്കേപ്പ് ചെയ്യുമ്പോൾ പെഡ് ലോക്ക് ചെയ്യും. സിവർ എസ്കേപ്പ് ചെയ്യുമ്പോൾ പെഡ് ലോക്ക് ചെയ്യും. മറ്റേ റെസ്റ്റഡ് പെഡ് ലോക്ക് വേണം, അത് വേണമെന്നാണ്. പക്ഷേ ഈ റെസ്റ്റഡ് പെഡ് ലോക്ക് പെട്ടെന്ന് കിട്ടും. ഇതൊക്കെ എന്തോന്നടേ, ഇതിലോട്ട് പെട്ടെന്ന് വിട്ടടിച്ച് പോകാൻ നമുക്കിനി സ്പെഷ്യൽ കീയും കാർ കീ എന്തെങ്കിലും കിട്ടിയല്ലേ, വലിയ ഉപകാരമല്ലേ. എന്നിട്ട് നേരെ കാർ കീ എടുക്കണം. താഴെ ഇടണം. താഴെ ഇടാൻ പർട്ടിക്കുലർ ഇവിടെ അവിടെ കണ്ടല്ലേ കിടന്നു. അപ്പോൾ നമുക്ക് കാർ കീയും കൊണ്ട് അടിയിലോട്ട് നമുക്കിവിടുന്ന്. അപ്പോൾ ഇനി സ്പെഷ്യൽ കീ ഇനി എവിടെ ആയിരിക്കും? ഇവിടെ സ്പെഷ്യൽ കീയും തപ്പി പോകണം. നമുക്ക് കാർ എസ്കേപ്പ് ഇന്ന് സ്പെഷ്യൽ കീ ഇവിടെ വല്ലതും കാണണേ. ദൈവമേ, നമ്മുടെ സ്പെഷ്യൽ കീ കാണണേ.
ഇവിടെ എനിക്ക് നമ്മളെ പിടിക്കാൻ പറ്റുമോ അറിയാൻ കൊമന്റ്. അവിടെ അത് പോയി. ഇനി ഇതിൻ്റെ ആവശ്യമില്ല, വേണ്ട, വേസ്റ്റ് സാധനം. ആവശ്യമൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അത് അങ്ങോട്ട് നിന്ന് കറക്റ്റിന് നോക്കിയിരിക്കണം. അപ്പം ഞാൻ മേളിലോട്ട് നോക്കാം, മേളിലോട്ടൊന്നും കയറാം. ഇതെടുത്തോണ്ട് പോകാൻ പറ്റുമോ? ഇല്ല. നമുക്ക് അന്നേരം ഞാനെടുത്തിറങ്ങിയ ബുക്ക് നിൽക്കുന്നുണ്ടോ ഗൈസ്? ബുക്കൊക്കെ നോക്കിയേ, എൻ്റെ മോനെ ബാഫിൽ പഠിച്ച്. പിന്നെ അല്ല ഇതിനകത്താണ്ട് ഒരു ബഗ് നടക്കാത്തത്. ഡെവലപ്പറിന് സമ്മതിക്കണം. ഞാൻ രണ്ടാമത് അല്ല, ഞാൻ എന്തിനൊക്കെ താഴെടുത്തെറിഞ്ഞ ചേട്ടാ. ഓ തുറന്നില്ലെങ്കിൽ സുഖം. ഞാൻ ഉണ്ടെടുക്കാതെ വന്നത്. ഇവിടെ ഉണ്ട് വെച്ചിവിടെ ആർക്കെങ്കിലും. ഈ റീലോഡ് ചെയ്യുന്ന ഇതായിരുന്നെങ്കിൽ ഇച്ചിരി നല്ലതായിരുന്നു. സ്ഥലം മാറി സ്കൂട്ടായി. ഈ മീറ്റ് എന്തിൻട്രോ സ്പെഷ്യൽ കീല. ഞാൻ ഈ മീറ്റ് ചെന്ത് ചെയ്യാനാണ് എനിക്ക് അറിഞ്ഞു. റോബോട്ട് എസ്കേപ്പ് സ്പെഷ്യൽ കീ ഇല്ല. ഇനി എനിക്ക് സിവറിലോട്ട് ഇറങ്ങണമല്ലേ. പക്ഷെ എന്തോ പറയാൻ, ഇത് അടിച്ചു കിട്ടിക്കാൻ നടക്കുന്ന കാര്യമാണ്. ഇതിങ്ങോട്ട് നടക്കാം. നമ്മൾ ഇത് തുറന്നപ്പോൾ എന്നൊക്കെ ഇത് തിരിച്ചടച്ച്. റോബോട്ട് കീ എന്തിന്? റോബോട്ട് എസ്കേപ്പിന് റോബോട്ട് കീ വേണ്ടോ? വേണ്ടോ. എന്തോ അതിന് മറ്റേ പെൻഡ്രൈവറും മറ്റേ ബാറ്റ് കണക്കിരിക്കുന്ന കാണുമോ? അത് മതി. പിന്നെ ഒരു കീയും കൂടെ വേണം. കീ വേണ്ട. കീ വേണം. വേണ്ട ഗൈസ്, കീ വേണം. വേണ്ട. ഒരു അത് മറ്റേ അത് ചാർജ് ചെയ്യുന്നത് ഗൈസ്. ഇവൻ പറയുന്നത് മറ്റേ ഒരു ബാറ്റില്ലേ, ആ ബാറ്റ് ചാർജ് ചെയ്യുന്ന കീയാണ്. ആണ് റോബോട്ടിന് കീ ഇല്ല. നീ പറയുന്ന ബാറ്റ് ചാർജ് ചെയ്യുന്ന കീ ഒരു പച്ച കളറില്ലേ ഈ ബാറ്റ്. പിന്നെ ഏത്
എനിക്കൊന്ന് ചിലപ്പം പെൻഡ്രൈവർ കിട്ടിയ. ഓ ഇത് ഈസിയല്ലേ നീ പറഞ്ഞ? അതാ ഞാൻ പറഞ്ഞ അത് നീ മറ്റേ ഈ സാധനം ബാറ്റ് കൊണ്ട് ഇവിടെ ഉണ്ട്. ഇത് വെച്ച് നമുക്ക് അമ്മാമ്മയെ ഒരു എർത്തടിച്ചു കൊല്ലാം. എത്രയോ സെക്കൻഡ് മിനിറ്റ് അല്ലേ? എത്ര മിനിറ്റ് കണ്ട് അമ്മച്ചി ഉണ്ടോ ശരിക്കും? ഓ ഉണ്ട്, അമ്മച്ചി ഇപ്പൊ ഉണ്ട്. പിന്നെന്ന് പറഞ്ഞ ഇന്നത്തെ നീ ഇത്ര അടിപൊളിയായിട്ട് കളിക്കുന്നു. അമ്മച്ചിനെ ഞാൻ ഒരിടത്ത് ട്രാപ്പാക്കി ഇട്ടേക്ക്. എവിടെ? മറ്റുള്ളൊരു സ്ഥലം ഉണ്ടല്ലോ. ഏത്? എനിക്ക് അവനോട് പേരെന്ന് പറഞ്ഞൂടെ. ഒരു സ്ഥലത്ത് ഞാൻ ട്രാപ്പാക്കി. അതിന്റെ സ്ഥലം പറ. സ്ഥലത്തിന്റെ പേര് അറിഞ്ഞൂടെന്നല്ലേ പറഞ്ഞേ? അപ്പൊ അതെങ്ങനെണ്ടോ? അയ്യേ, നേരെ ഇത് സ്പെഷ്യൽ കീ കിട്ടിയോ? സ്പെഷ്യൽ കീ ഇല്ലാതെ ഞാൻ അവിടെ കണ്ടത്. ഇവിടെ ഈ സ്പെഷ്യൽ കീ അവിടെ ആയിരിക്കും. ആ മനസ്സിലായി. ഞാൻ നമുക്ക് വിൽക്രാന്ത് അവിടെ ആയിരുന്നു. ചിലപ്പോൾ അവിടെ വിൽക്രാന്ത് തുറക്കുന്ന സ്ഥലത്താണ്. എന്തൊന്ന് ചോദിച്ചല്ലേ? എന്തുവാ നമുക്ക് നേരെ എവിടെ ആയിരുന്നടാ അത് കണ്ടത്? അപ്പം ഞാൻ എവിടെ ഒരെണ്ണം എടാ അത് എവിടെ ആയിരുന്നടാ നിങ്ങൾ കണ്ടത്? അയ്യോ പോയി, കണ്ടില്ലായിരുന്നു. നിങ്ങളെവിടെ കണ്ടടാ? എവിടെയായിരുന്നു ഞാൻ എന്നാലും അത് കണ്ടത്? ഇപ്പം ഓ ഇതാണ് ഭയങ്കര പാട്. എനിക്കറിഞ്ഞൂടാ, ഞാൻ ഏതൊരു റൂം കണ്ട് ഞാൻ അവിടെ ഇട്ട് പൂട്ടി. എനിക്കറിഞ്ഞൂടെന്ന് ഞാൻ മറ്റേ അമ്മാമ്മയുടെ എന്നെ തുറക്കുന്ന അവിടെ ഒന്നും അല്ല. ഇവിടെ വേണ്ട ഏതിനകത്ത് ചുമ്മാ അമ്മാമ്മ ഇല്ല. അല്ലെങ്കിൽ കഴിച്ചപ്പോൾ നമ്മൾ ശല്യം ചെയ്തോണ്ടിരിക്കും. അങ്ങനത്തെ ഒരു തോന്ന എടാ ഇനി ഞാൻ അപ്പം നമ്മളിത് എവിടെ കണ്ട് ഒന്ന് പോസ് ചെയ്യട്ടെ. ഞാനിപ്പോൾ പകുതി വെച്ചുകൊണ്ട് വന്നത് ഓടാന്നുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ വരുന്നത്? ഞാൻ ഈ വീട് മൊത്തം ചുറ്റില്ല. റൂമില്ല. അതായിരിക്കുന്നു. അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ മനസ്സിലായാണ്.
പോടെ ഇറക്കാന്ന് അവിടെ ഉണ്ടെങ്കിൽ അവിടെ അമ്മാമ്മ പോവില്ല. അമ്മാമ്മ പോകത്തില്ലെന്ന് നീയാണോ ഉണ്ട്? ഞാൻ എപ്പോഴും കളിക്കുന്നില്ലേ, അമ്മാമ്മനെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് പോലും വന്നില്ല. അമ്മമ്മയ്ക്ക് എന്താ കാലില്ലേ ഇത് വഴി ഇങ്ങോട്ട് കയറി വരാൻ? എടാ ഞാൻ കളിക്കുന്നില്ലേടാ, അമ്മാമ്മ ഇങ്ങോട്ട് വരത്തില്ല. കിട്ടി മച്ചാ കിട്ടി. അമ്മാമ ഇങ്ങോട്ട് പോകാൻ നോക്കണം. പേടിയൊന്നുമല്ല, അമ്മാമ ഒടിച്ച് വിഴുങ്ങിയ ഡേ 3 അവന് അങ്ങോട്ടല്ലേ ഞാൻ നേരത്തെ അവിടെ ഉണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വരുത്ത്. ഇത്ര സമയത്ത് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഇതാ തോക്കിനെ തപ്പണം. തോക്ക് എനിക്കറിയാം. അവിടെ അവിടെ ഈ തോക്കാണ് ഇച്ചിരി പാടെന്ന് തോന്നുന്നു. അപ്പൊ നമ്മളിത് മറ്റൊരു സാധനം ഇവിടെ ഇട്ടില്ലായിരുന്നു. നമ്മുടെ റോബോട്ട് എത്ര കിലോ ഉണ്ട് പറയടേ? 5 കിലോ ഉണ്ടെന്ന് കേട്ടോ. അപ്പൊ അവിടെ ആയിരിക്കും പെൻ ഡ്രൈവർ. അറിയാടെ അവിടെ കിട്ടില്ലെങ്കിൽ നമുക്കറിയാം. തോക്കും കൂടി എടുത്തേക്കാം. തോക്കെടുക്കാനും വന്നിട്ട് അത് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോ അവിടെ ഇല്ലെങ്കിലോ? ഞാൻ തോക്ക് അവിടെ ഇട്ട. തോക്കല്ലാതെ മറ്റേത് വേറെ തോക്കൊന്നും വേണ്ട. ഉണ്ടെന്ന് നമ്മൾ റോബോട്ടിൽ കൊണ്ട് ഉണ്ടാച്ചതിന് മുമ്പ് നമ്മൾ അറിയാം. അമ്മച്ചിനെ കാണിക്കത്തിട്ട് അമ്മച്ചിനെ വെളിയിലിട്ട് പൂട്ടി ഗൈസ്. ഈ മീറ്റിന് എത്ര സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു. ഞാൻ ഈ മീറ്റിന് എത്ര ഉണ്ടോ നോക്കാം. മീറ്റിന് 0 kg. അപ്പം പിന്നെ വില ഇല്ല ഗൈസ്. ഇതിവനും കൂടെ പക്ഷേ നാനാണ് ഡോണ്ട് ദാറ്റ്. പോയി തിന്നടാ. പെൻ ഡ്രൈവർ റാൻഡം റേഞ്ചിനകത്തായിരിക്കും പെൻ ഡ്രൈവർ കിട്ടിയാൽ കൊള്ളാം.
ഇല്ലെങ്കിൽ ഞാൻ എടുത്തിട്ട് പൂശുന്നു. എടാ ഇനി ഞാനിത് എവിടെ സ്ക്രൂ ഡ്രൈവർ ഇട്ട് തുറന്നില്ല. കാലൊക്കെ കണ്ടോ? ഫ്രണ്ട് ഡ്രൈവർ നീ എടുത്ത് വെച്ചായിരിക്കും. ഉള്ളപ്പോൾ ഇവന് എത്ര കിലോ ഉണ്ട്? കൊണ്ടി പോകും. വലിച്ച് കേട്ടോ. അല്ല പിന്നെ ഇവന് ഒരു ഇത് അറിഞ്ഞൂടാ. ഒട്ടും കഴിച്ചിട്ട് പോയിടോ. ഞാൻ കഴിച്ചിട്ട് പോകാതെ പിന്നെ അവിടെ വെച്ചിട്ട് പോകും. അവനെ കഴിക്കാനല്ലേ. നമുക്ക് താഴോട്ടെടുത്ത് ചാടാവേ. പൂണയിട്ട് പൂണ സ്ക്രൂ ഡ്രൈവറിന്റെ തുറന്നിട്ട് പോടാ. നമുക്ക് അന്നേരം ബാക്ക് യാർഡിലോട്ട് വന്നിട്ടുണ്ട്. തുറന്നു ഇതിനകത്ത് ഇത് എഞ്ചിൻ പാർട്ടാണ്. എൻജിൻ പാർട്ടൊക്കെ ചിലപ്പം പെൻ ഡ്രൈവർ അല്ല, എന്ത് പേരെന്തോന്ന്? റോബോട്ടിന്റെ ഡേറ്റ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ എസ്കേപ്പ് ആവാറായിരിക്കുന്നു. നിങ്ങൾക്കിത് അമ്മച്ചിയും അപ്പാപ്പനും വേണമെങ്കിൽ ഞാൻ ഇപ്പം ഇടുന്നില്ല. ഇനി എനിക്ക് ഇടണമെങ്കിൽ ഇനി എനിക്കൊരു 3 കളിയും കൂടി കളിക്കണം. എന്നാലേ എനിക്ക് അപ്പാപ്പനെ കിട്ടത്തുള്ളൂ. 3 നല്ല റോബോട്ട് എസ്കേപ്പ് ചെയ്തു. അപ്പം എല്ലാവർക്കും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.